ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാത്രിയാണത്. എനിക്കിപ്പോഴത് പറയുമ്പോൾ ഭയങ്കര ട്രോമയാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് കാണിച്ചു തരാം, അങ്ങനത്തെ ഫോട്ടോസ് അയക്കുന്ന. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ അശ്വന്തിനെതിരെയാണ്, പോക്കിനെതിരെയാണ്. റിവ്യൂയുടെ ബേസിലാണ് ഇവിടെ സിനിമ ഹിറ്റാകുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ടത് വിജയ് ബാബുവിനെ പോലൊരാൾ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ചെയ്യൂ. ഞങ്ങൾ ആദ്യം ഇത് അപ്രോച്ച് ചെയ്യുന്നത് ദുൽഖറിനെയാണ്. ഫാമിലി വൈസും ഇമോഷണൽ വൈസിൻ്റെ ബിസിനസ് എല്ലാത്തിനും എനിക്കത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഉപജീവനമാണല്ലോ അവിടെ ഇല്ലാണ്ടാകുന്നത്. അത് എൻ്റെ ഒരു ബുദ്ധിമോശം കാരണം എന്നുള്ളത് എനിക്ക് ഭയങ്കര എനിക്കറിയാവുന്ന ഒരു വളരെ വലിയൊരു ഡയറക്ടറിൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നില്ല. കാരണം ഇയാൾ വിളിക്കുന്ന ഇരട്ട പേര് കാരണം കൂട്ടുകാരുകളെ ഇതുണ്ടാകുന്നൊരു മെൻ്റൽ ട്രോമ ഭയങ്കര വലുതാണ്. നിങ്ങളെക്കുറിച്ച് പല എതിരഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും കാണാം ഓൺലൈനിൽ. പക്ഷേ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ളത് സാജിദ് ഹേ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. അതെ അല്ലേ? ഒന്ന് കരഞ്ഞ മുഹൂർത്തമുണ്ട് കൽബ് സിനിമ ഇറങ്ങിയപ്പോൾ, ആള് തിയേറ്ററിൽ വരാതെ. അതെ. ഇപ്പം അതിനപ്പുറത്ത് സന്തോഷം. അതെ. OTT-ൽ വന്നപ്പോൾ വലിയ സംസാരം. അതെ. എന്ത് തോന്നുന്നു ഇന്ന സമയം? ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. നമ്മളുടെ ഒരു എഫേർട്ടിനെ ആളുകൾ അംഗീകരിച്ചതിന്, അല്ലെങ്കിൽ അതിന് റൈറ്റ് ഓഡിയൻസ് ആ സിനിമ കണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിന്, ആ സിനിമയ്ക്ക് വേണ്ടി ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതിന്. അപ്പം ഇത് കണ്ട് ഇപ്പോൾ ഈ റീലായിട്ടും ഷോർട്സായിട്ടും ഈ സിനിമയിൽ ഓരോ സീക്വൻസുകൾ അഭിനയിച്ചും ഇല്ലെങ്കിൽ കുട്ടികൾ പാട്ട് പാടിയും ഈ സിനിമ കണ്ട് കരയുന്ന വീഡിയോ ഇട്ടും ഈ സിനിമയെ ഇങ്ങനൊരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, സിനിമയെ ഇഷ്ടപ്പെടുന്ന, നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി. അന്ന് എന്ത് സംഭവിച്ചു സാജിദ്? ഞാൻ ആ സിനിമ കണ്ട് ഞാൻ കരഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ അന്നൊരു റിവ്യൂ പറഞ്ഞിരുന്നു. എനിക്ക് കണ്ണ് നിറഞ്ഞ റിവ്യൂ ആയിരുന്നു. എനിക്ക് അവസാന സീനൊന്നും എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നന്നായിട്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ ഞാൻ അന്ന് റിവ്യൂ ചെയ്തപ്പോൾ എനിക്കെതിരെയും കുറേ ആളുകൾ ഇതെന്തൊരു സിനിമയാണെന്നൊക്കെ ചോദിച്ചവരുണ്ട്. അവരിപ്പോൾ കണ്ടു നോക്കിയാൽ എനിക്ക് നേരെ അനുകൂലമായിട്ട് വരുന്നറിയാം. പക്ഷെ അന്ന് എന്ത് സംഭവിച്ചു? അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് ആളുകൾ പറയുന്നത് ഇത് റിവ്യൂസ് നശിപ്പിച്ച സിനിമയാണ്. ഒരിക്കലും ഇത് റിവ്യൂസ് നശിപ്പിച്ച സിനിമയൊന്നുമല്ല. ഒരു റൂമിലിരുന്ന് ഒരാൾ അയാളുടെ എന്തെങ്കിലും വെടുവായത്തരം പറഞ്ഞെന്നും പറഞ്ഞ് സിനിമയല്ല ഒരു കലയും ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ അന്ന് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺലൈനിൽ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ വന്നപ്പോൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഇതുപോലെ സിനിമ കണ്ട പ്രേക്ഷകർ ഉണ്ടായിരുന്നെങ്കിൽ ഖൽബിൻ്റെ അന്നത്തെ ഈ പറയുന്ന ഒരു പരാജയം ഒരിക്കലും പരാജയം ആവില്ലായിരുന്നു. അന്ന് അതിന് ഓപ്പോസിറ്റ് ഞാൻ വിചാരിച്ചിരുന്ന, ഈ സിനിമ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന പ്രേക്ഷകർക്ക് ഈ സിനിമ ഉള്ള ഷോ കൗണ്ടുകളില്ലായിരുന്നു. മനസ്സിലായില്ലേ? അന്ന് ഞാൻ പല ഇൻ്റർവ്യൂവിൽ നേരത്തെ പറഞ്ഞതാണ്. അപ്പം വേറൊന്നുമല്ല, ഇപ്പം ഞങ്ങൾ ആ സിനിമ വിജയ് ബാബു ഈ സിനിമ റിലീസിങ് പ്ലാൻ ചെയ്യുമ്പോൾ, കഴിഞ്ഞ ജനുവരി 12 റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് മമ്മൂക്കായും ജയറാമേട്ടനുള്ള ഓസ്ലർ എന്ന സിനിമയാണ്. അപ്പം വിജയ് പറഞ്ഞ ഒരു 2 പടങ്ങൾ, ഒരു വലിയൊരു പടം ഓപ്പോസിറ്റുള്ള നല്ലതാണ് ഇങ്ങനെ ഒരു ചെറിയ സിനിമയ്ക്ക്. കാര്യം അതൊരു ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നൊരു സമയമായി മാറും എന്ന് പറഞ്ഞു. ഞാനും അത് അംഗീകരിച്ചു. ശരിയാണ്, കറക്റ്റാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ പോയിന്റ് ഓഫ് വ്യൂ എല്ലാം ചെയ്തു. ആ സമയത്താണ് റിലീസിൻ്റെ അടുത്താണ് ഞങ്ങൾ അറിയുന്നത് അന്ന് 5ഓളം അന്യഭാഷ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ, ശിവകാർത്തികേൻ്റെ ഒരു സിനിമ, ഈ വിജയ് സേതുപതിയുടെ ഹാപ്പി ക്രിസ്മസ്, ഒരു ഹനുമാൻ എന്ന് പറഞ്ഞൊരു കന്നഡ സിനിമ, പിന്നെ 2-3 ഇംഗ്ലീഷ് സിനിമകൾ. അപ്പം ഒരു സാധാരണ 100 രൂപ മുടക്കുന്ന പ്രേക്ഷകന് അവൻ്റെ 8ാമത്തെയോ 9ാമത്തെയോ ഓപ്ഷനാണ് ഖൽബ്. അപ്പം ആ ഖൽബിന് പോലും രാവിലത്തെ 10 മണിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഷോ കൗണ്ട് ഉള്ളത്. ഈ രാവിലെ 10 മണിക്ക് രഞ്ജിത് സഞ്ജീവിൻ്റെ ഇല്ലെങ്കിൽ നെഹ നസിൻ്റെ പുതിയ 2 പുതുമുഖങ്ങളുടെ എന്നെ പോലത്തെ ഡയറക്ടർ സിനിമയ്ക്ക് ആര് വരാനാണ്? ആ വന്നാൽ തന്നെ ആ ഷോ കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഷോയും ഫസ്റ്റ് ഷോസും കിട്ടാതിരിക്കുകയാണ്. കാര്യം അതൊക്കെ ഈ മെയിൻ തമിഴ് അന്യഭാഷ സിനിമകൾ കവർ ചെയ്യുകയാണ്. കാരണം തിയേറ്ററിൽ നോക്കുമ്പോൾ പെട്ടെന്ന് തിയേറ്റർ ഫില്ലാകുന്ന ഷോസ് അവരുടേതാണ്. അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മെയിൻ സെൻറ്റേഴ്സിലൊന്നും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കളിക്കുന്നില്ല. അല്ലാത്ത ഔട്ട്സൈഡ്സിലുള്ള ഷോസേ കളിക്കുന്നില്ല. അപ്പം ഈ പറഞ്ഞ അതിൻ്റെ കൂടെ ഈ പറയുന്ന ആളുകളുടെ റിവ്യൂടെ വന്നതോടെ അതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഒരു വിഭാഗം ഇല്ലാണ്ടായി. അലിബായ്, നിങ്ങൾ ആലോചിക്കുക, പണ്ട് നമ്മുടെ സിനിമകളുടെ ഹിറ്റായിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഇവിടെ അനിയത്തിപ്രാവ് അല്ലെങ്കിൽ ഗോഡ് ഫാദർ എന്ന സിനിമയ്ക്ക് ആദ്യത്തെ ഒരാഴ്ചകളിൽ ആളുകളിലെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം കണ്ട 10 പേര് 20 പേരായി, 30 പേരായി, 100ആയി. കേരളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളായി അത് മാറി. എന്നാൽ ഖൽബിന് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഒരു ബ്രീത്തിങ് സ്പേസ് ആ സിനിമയ്ക്ക് കിട്ടി. ഖൽബിന് ആ സ്പേസ് കിട്ടിയില്ല. ഖൽബിന് ഈ പറഞ്ഞ അന്യഭാഷ സിനിമകളുടെ ഒരു പുഷാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അല്ല, അങ്ങനെ വിശ്വസിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ തിയേറ്റർ ഉടമകൾ അല്ലേ, തിയേറ്റർ ഉടമകൾ നമുക്ക് ഷോ കറക്റ്റ് കിട്ടുന്നു. എന്തുകൊണ്ട് തിയേറ്റർ ഉടമകൾക്ക് അല്ലെങ്കിൽ തിയേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് ഈ സിനിമയുടെ ഒരു സെൻസ് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സിനിമ നല്ലതാണ്. പല തിയേറ്ററുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൽബിനെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുക്കത്തൊരു തിയേറ്റർ, അവർ 5 ഷോക്ക് ഈ സിനിമയ്ക്ക് തന്നിട്ടുണ്ട്. അവിടുന്ന് അവരായിട്ട് തന്നെ അവരുടെ CCTV വീഡിയോസും ഫോട്ടോസും ഞങ്ങൾക്ക് അയച്ചു തരും. ആൾക്കാർ ക്രൗഡായി നിൽക്കുന്നത്, അവരുടെ പുറത്ത് വണ്ടികൾ വന്ന് അറിയുന്ന അയച്ചു തരുന്നുണ്ട്. സജിത് ആ തിയേറ്റർ ഓണേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ തിയേറ്റർ മാനേജേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. സജിത് ഈ സിനിമ നല്ല സിനിമയാണ്, ഇവിടെ ഭയങ്കര പുഷുണ്ട്, ഉറപ്പായിട്ട് ഇത് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പക്ഷേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത തിയേറ്റേഴ്സും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം അലിബായ് ആലോചിക്കുക, റിവ്യൂയുടെ ബേസിലാണ് ഇവിടെ സിനിമ ഹിറ്റാകുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ടത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പല്ലുട്ടി എന്ന സിനിമയാണ് അല്ലേ. ഇവിടെയുള്ള എല്ലാ റിവ്യൂവേഴ്സും ആ സിനിമയെ വാനോളം പുകഴ്ത്തി അല്ലേ. എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴോ ആ സിനിമയ്ക്കുള്ള ഫണ്ട് അറേഞ്ച് ചെയ്തപ്പോഴോ ആ കുട്ടികളെ അത് ഷൂട്ട് ചെയ്തപ്പോഴോ ഒന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ടത് അതിനൊരു ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കിട്ടാൻ വേണ്ടിയാണ്. എറണാകുളത്തെ മെയിൻ തിയേറ്റേഴ്സിലെല്ലാം ഒരു സെക്കൻഡ് ഷോ കിട്ടുമോ, ഒരു ഫസ്റ്റ് ഷോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഇവരെയൊക്കെയാണ്. ഇപ്പോൾ ഫിയോക്ക് പോലൊരു സംഘടനയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പ്രസിഡന്റിനെ വിളിക്കുന്നു. അപ്പോൾ അതൊന്ന് സജിതെ, ഇപ്പം ആ സിനിമ ഇപ്പം വരുന്ന ഈ പറയുന്ന സിനിമകൾക്കൊന്നും ആളില്ലെങ്കിൽ കൂടെ 25-30 സീറ്റ് അവർ ബുക്ക് ചെയ്യുകയാണ്. പൈസ കൊടുത്ത് ബുക്ക് ചെയ്യുക, മുമ്പ് ബുക്ക് ചെയ്യണം, അപ്രണ്ട് ബുക്ക് ചെയ്യുകയാണ്. അത് പറഞ്ഞാൽ അതിന് ആൾ വരുവാണ്. അതായത് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് പോലത്തെ ഒരു വിഭാഗം ഒരു ടീം ഇപ്പോൾ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡെയിലി കേരളത്തിലെ 70 തിയേറ്റർ ലിസ്റ്റിൽ ഞങ്ങളുടെ 25 പേര് പോകും. അവർ പോയി അവിടുന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലൊക്കെ അയക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് കാണിച്ചു തരാം അങ്ങനത്തെ ഫോട്ടോസ് അയക്കുന്ന. എന്നിട്ട് സിനിമ പിടിച്ചു നിർത്തുവാണ്. അപ്പം ഈ പറയുന്ന ഒരു ഇപ്പം ഏറ്റവും വലിയ സംഭവം, ഇപ്പം വിജയ് ബാബുവിനെ പോലൊരാൾ, ഏറ്റവും കൂടുതൽ പുതിയ സിനിമ ഡയറക്ടേഴ്സിനെ ആക്ടേഴ്സിനെ സിനിമയിൽ കൊണ്ടുവന്ന ഒരാൾ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ചെയ്യുമോ? ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെ ചെയ്യും? അവർക്കുള്ള ധൈര്യമല്ലേ പോകുന്നത്? ഇത്രയും ഒരിക്കലും കൽബ് മേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ഒരു പുതിമുഖങ്ങൾ പോലെ ഒരു ദിവസം ഒരു ചെറിയ ലൊക്കേഷൻ ചെയ്ത സിനിമയല്ല. ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ട എല്ലാ സെറ്റപ്പുകളും ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആർട്ട്, മ്യൂസിക്, ലൊക്കേഷൻസ്, എല്ലാ സൈഡിലും ആ വലിപ്പമുണ്ട്. അത് ശരിക്കും ഒരു തിയേറ്ററിൽ ഡിസൈൻ ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ ആളുകൾ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച സിനിമയാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയ്ക്ക് സംഭവിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഈ റിവ്യൂ പറയുന്ന ഒരാൾ, ഇല്ലെങ്കിൽ ഇതിനെ മോശം പറയുന്ന ഒരാൾ, ഇല്ലെങ്കിൽ പർപ്പസ്ഫുൾ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരാൾ, അവരുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരാളുടെ ചാൻസാണ് അവരായിട്ട് ഇല്ലാണ്ടാക്കുന്നത്. അഭിനയിക്കാനോ ഡയറക്റ്റ് ചെയ്യാനോ ക്യാമറ സിനിമയിൽ ഏതെങ്കിലും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ബാനേഴ്സുകളൊക്കെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു രഞ്ജിത് സഞ്ജീവ് ഉണ്ടാവും, എങ്ങനെ ഒരു നെസ്ലിൻ ഉണ്ടാവും, എങ്ങനെ കൽബെന്ന് പോലത്തൊരു സിനിമ ഉണ്ടാവും? ഇനി ആലോചിച്ച് നോക്കുക, ഈ ഇൻഡസ്ട്രി എങ്ങനെ വളർന്നു. മലയാളം ഇൻഡസ്ട്രി ഒരിക്കലും ഇവിടുത്തെ 100 കോടി 1000 കോടി സിനിമകളിലൂടെ വളർന്നല്ലോ. ഇതുപോലത്തെ ചെറിയ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് സിനിമകളിലൂടെയാണ് മലയാള സിനിമ വളർന്നത് അല്ലേ. നമ്മുടെ ഇൻഡസ്ട്രി പുറത്ത് ലോക സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ കണ്ടന്റിൻ്റെ ഗ്രോത്ത് നമ്മുടെ ടെക്നീഷ്യൻസിൻ്റെ കഴിവ് കൊണ്ടാണ്. അത് ഇപ്പം ഇപ്പോൾ വരുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം നമ്മൾ അവരുടെ വലിയ മാസീവ് സിനിമകളുടെ കോപ്പി മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൽബ് ഭയങ്കര വലിയ ഡിഫറെൻറ്റ് കഥയാണെന്നോ ഭയങ്കര വലിയ സംഭവം എന്ന് ഞാൻ പറയാം. പക്ഷേ കൽബിൽ ഒരു അറ്റംപ്റ്റ് ഉണ്ട്. കുറച്ച് പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മളൊരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറ്റംപ്റ്റിന് ഇപ്പം OTT കിട്ടുന്ന സ്വീകാര്യത, ആ സ്വീകാര്യത തിയേറ്ററിൽ കിട്ടിയിരുന്നെങ്കിൽ കൽബ് പോലത്തെ എത്ര സിനിമകൾ നടന്നേനെ. ഇതുവരെ കാണാത്ത ഒരു ഫേസിന് വേണ്ടി അലിബായ് കരഞ്ഞെന്ന് പറഞ്ഞു, അതുപോലെ എത്ര ആൾക്കാർ കരഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അതാണ് എൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ നെസ്റ്റിനെ വെച്ചോ ഇല്ലെങ്കിൽ രഞ്ജിത്തിനെ വെച്ചോ ഒരു പുതുമുഖ ഡയറക്ടറിന്, ഒരു പുതുമുഖ റൈറ്റർ, പുതിയ ക്യാമറാമാൻ, ഒരു പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100 കോടിയോ 1000 കോടിയോ അല്ല എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഈ കൽബ് തുടക്കം മുതൽ തന്നെ, കൽബ് എന്നൊരു സബ്ജക്റ്റ് തുടക്കം മുതൽ ഞാൻ അതിനകത്ത് ഭാഗമായിട്ടുണ്ട്. എനിക്കറിയാം ആ തുടക്കം മുതൽ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. കൽബ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നടൻ വേറെയായിരുന്നു, ഷൈൻ നിഗമായിരുന്നു. ഒത്തിരി നിങ്ങൾ അതിന്റെ പുറകെ നടന്നു, പാട്ട് റെക്കോർഡ് ചെയ്തു. എനിക്കറിയാം, പാട്ട് റെക്കോർഡ് ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് അതിൽ നിന്നും ഷൈൻ പിന്മാറുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു ആ സിനിമയ്ക്ക് വേണ്ടി. സാധനം എനിക്കറിയാം. അത് അവിടെ തൊട്ട് തുടങ്ങിയ ഒരു പരാജയം ഇത്ര ദിവസം നീണ്ട് OTT വന്നപ്പോഴാണ് വിജയം മനസ്സിലാക്കിയത്. ആ തുടക്കമുണ്ടായ ഒരു പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഇപ്പോൾ 2016 കൽബ് എന്ന ഒരു പ്ലാൻ, 2015 ആദ്യമായിട്ട് പ്രകാശ് ലക്ഷ്മണൻ്റെ മ്യൂസിക് ഡയറക്ടർ ഫോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതിന്? കൽബിന് വേണ്ടി. ഞാൻ സൂര്യൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ആദ്യം ഇത് അപ്രോച്ച് ചെയ്യുന്നത് ദുൽഖറിനെയാണ്. ദുൽഖർ ഈ കഥ കേൾക്കുന്നു. ദുൽഖർ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിത് ചെയ്യാം എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ അന്ന് ജോമോൻ ടി ജോണും ഷമീർ മുഹമ്മദ് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ജോമോൻ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് വേറൊരു സിനിമ ചെയ്യാം. ഇപ്പം പുള്ളി ചെയ്യുന്ന സീതാറാമൊക്കെ ഈ ഒരു ജോണറിൽ വന്ന സിനിമ ആയതുകൊണ്ടാകാം, എനിക്കറിയില്ല. പക്ഷേ അതോടെ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കഴിയുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഷെയ്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ൻ കഥ കേൾക്കുന്നു.
ഷെയ്ൻ ഓൺ ബോർഡ് വരുന്നു. ഞങ്ങൾ സിനിമാ പ്രാന്ത പ്രൊഡക്ഷൻസിൻ്റെ പല്ലോട്ടിക്ക് മുമ്പ് ചെയ്യാവുന്ന സിനിമയാണ് കൽബ്. ഞങ്ങളും അമരാവതി ക്രിയേഷൻസ് കമ്പനിയായിട്ട് ചേർന്ന് ഈ സിനിമയുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങി ഞങ്ങളിതിൻ്റെ ഒരു ഫസ്റ്റ് സോങ്ങിൻ്റെ ഒരു ബിറ്റ്, ഒരു ആലപ്പുഴ മുല്ലക്കൽ ചിറപ്പുണ്ട്, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫുൾ ക്രൂ അവിടെ പോകുന്നു. അവിടെ പെർമിഷൻ കിട്ടുന്നില്ല ഹെലിക്കാൻ പറപ്പിക്കാൻ. അപ്പോൾ ഞങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ലിഫ്റ്റിൻ്റെ ഹോൾ വഴി ക്യാമറമാൻ താഴത്തോട്ട് പോയി. അയാളുടെ 2 കാലും മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആകുന്നു, അയാളുടെ കൈകളും മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആകുന്നു, കാല് മുറിച്ച് കളയുമെന്ന് പറയുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം ഒരു ഞാൻ അവിടെ ഇല്ലാണ്ടായി എന്നല്ല, ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര ഏറ്റവും ഞാൻ കൽബിൽ വിഷമിച്ച സമയങ്ങളാണ് അതെല്ലാം. അവിടുന്ന് അയാളാണ് ഇപ്പം ആസിഫിൻ്റെ ടിക്കറ്റാക്കാന്ന് സോണി സബാൻ എന്ന് പറഞ്ഞ ക്യാമറ ചെയ്യുന്നത്. എനിക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അത് ഒരുപാട് പേര് സഹായിച്ചു. ഇത് ഷെയ്ൻ സഹായിച്ചു, മഞ്ജു വാര്യർ സഹായിച്ചു, ഒരുപാട് പേര് സഹായിച്ചു. അതോടെ അവൻ്റെ ലൈഫ് എനിക്ക് തിരിച്ചു കൊണ്ടുവരാം. കാരണം എൻ്റെ ഒരു എടുത്തിയാട്ടമാണ്. ഞാനന്ന് ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാതെ ഞാൻ ഒരു ബിൽഡിങ്ങിൻ്റെ മേലിൽ കയറി എൻ്റെ ഒരു പൊട്ടബുദ്ധിയായിപ്പോയി, മനസ്സിലായില്ലേ? ഞാൻ ഇല്ലാണ്ടായിപ്പോയി, ഞാൻ സിനിമ ചെയ്യണ്ട എന്ന് വിചാരിച്ചുള്ള അവസ്ഥയിലായിപ്പോയി. അതിനുശേഷം നമ്മൾ വീണ്ടും തുടങ്ങാൻ പോയ സമയത്ത് ഷെയ്ൻ മറ്റേ ആ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഇഷ്യൂവിൽ പെട്ടു. അതിൽ നിന്ന് പിന്നെ അസോസിയേഷനിൽ ഇതിൻ്റെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല, ഒരുപാട് ഇഷ്യൂസ് വന്നു. അതിൻ്റെ നമ്മൾ പുറകെ ഓടി. അതിനുശേഷം നമ്മൾ ഡേറ്റ് അതൊക്കെ സോർട്ടായി തുടങ്ങാമെന്ന പ്ലാൻ നിൽക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ടോട്ടാലിറ്റിയിൽ സിനിമ എന്ന വ്യവസായം തന്നെ പ്രതിസന്ധിയിലായി. അത് ഇനി തിയേറ്റർ ആയിരിക്കുമോ ഇല്ലെങ്കിൽ OTT ആയിരിക്കുമോ, അങ്ങനെ ഒരു സിറ്റുവേഷനിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു സംഭവം ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ അത് റൈറ്റ് ടൈമിൽ നടന്നില്ല. അതിപ്പോൾ ബിസിനസ് ആണെങ്കിലും ഒരു കല്യാണമാണെങ്കിലും എന്താണെങ്കിലും, ഈ ഇൻ്റർവ്യൂ പോലും, മനസ്സിലായില്ലേ, നടന്നില്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇല്ലേ? അപ്പം ഇത്രയും ഇത് സമയമായപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും അതിനകത്ത് വന്നു. അപ്പം ഞാൻ പല ഇൻ്റർവ്യൂവിൽ നേരത്തെ പറഞ്ഞു, അതായത് വേറെ ഒന്നുമല്ല, ഈ സിനിമ ഇപ്പോൾ എൻ്റെ 2 മുമ്പത്തെ സിനിമകളിൽ എനിക്ക് കുറേ കോംപ്രമൈസ് ചെയ്ത് വന്നിട്ടുണ്ട് പല ആസ്പെക്ട്സിൽ. അപ്പം കൽബ് എന്ന സിനിമയിൽ ഞാൻ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റണം, മനസ്സിലായില്ലേ? നാളെ ഈ സിനിമ വിജയിച്ചാൽ അതെൻ്റെ വിജയമായിട്ടും നാളെ ഈ സിനിമ പരാജയപ്പെട്ടാൽ അത് എൻ്റെ പരാജയമായിട്ടും കണ്ട് ഒന്നെങ്കിൽ ഇതെനിക്ക് പറ്റിയ പരിപാടി അല്ലെന്ന് പരിപാടി നിർത്തണം എന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഒരു സൈഡിലും ഇതിന് കോംപ്രമൈസോ ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കാത്തൊരു കാര്യം ഞാൻ അപ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഷെയ്നുമായിട്ടൊരു പോയിന്റിൽ 2 സെഷൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഷെയ്നെ നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ട്, നമുക്ക് പിരിയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ്. അപ്പോൾ ഷെയ്ൻ പറഞ്ഞിക്ക ഉറപ്പായിട്ടും നമുക്ക് വേറൊരു പരിപാടി ഇൻഷാ അല്ലാ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണ്. ഈ പരിപാടി നമ്മൾ നിർത്തിയാണ്. അതിനുശേഷം ഞാൻ ഈ സിനിമ ഇനി ഇത് ചെയ്യണ്ട, ഇനി വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം കൽബിൽ. അപ്പോൾ അത്രത്തോളം ഞാൻ ഒരു 6-8 വർഷം ഇതിൻ്റെ പുറകെ ഓടി ഇതിന് വേണ്ടി കിടന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി വൈസും ഇമോഷണൽ വൈസ് എൻ്റെ ബിസിനസ് എല്ലാത്തിനും എനിക്കത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലിജു ജോസ് പല്ലിശ്ശേരിയായിട്ട് ഞാൻ എൻ്റെ വളരെ അടുത്ത എൻ്റെ മെൻറ്ററാണ്, എൻ്റെ ബ്രദറാണ്. അപ്പോൾ ലിജു ഭായ് ഒരു ദിവസം പറഞ്ഞാൽ എന്താ ഈ പരിപാടി എന്ന് ചോദിച്ചു. അപ്പം സ്ക്രിപ്റ്റൊക്കെ പുള്ളി വായിച്ചാണ്. പുള്ളി പറഞ്ഞാൽ എടാ നീ ഒരു പണി, ഈ മൈക്ക് എന്ന സിനിമയിൽ പയ്യുണ്ട്, ഞാൻ എൻ്റെ പ്രിവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു, നീ ആ പയ്യനെ ട്രൈ ചെയ്ത് അവനൊരു നീ വിചാരിക്കുന്ന ഒരു ഫിസിക്കും ലുക്കുള്ള പയ്യനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൈക്ക് കണ്ടു. അപ്പോൾ കൊള്ളാലോ, എനിക്ക് എൻ്റെ ഫൈറ്റും എൻ്റെ ഒരു ന്യൂ ജെൻ ആക്ടറിൻ്റെ എല്ലാ പോസിബിലിറ്റികളും തോന്നി. അപ്പം എനിക്കറിയാം വിജയ് ഭായും അവരുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന്, പരിചയമുണ്ടെന്ന് അറിയാം. ഞാൻ വിജയ് ഭായി വിളിച്ചു, വിജയ് ഭായി എനിക്കൊരു കഥ പറയണം. ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് അതെന്താ സാധ്യത. അപ്പോൾ വിജയ് ഭായി നമ്മുടെ എന്ത് ആവശ്യത്തിനും വിളിച്ചാൽ നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞിരുന്ന ആളാണ്. അങ്ങനെ വിജയ് ഭായിയാണ് എന്നെ അവരുടെ അടുത്ത് കൊണ്ടുപോകുന്നതും അവരോട് ഞാൻ കഥ പറയുന്നതും. കഥ കേട്ടപ്പോൾ തന്നെ അവർ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചത് അന്ന് തന്നെ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞാനെല്ലാം എൻ്റെ എല്ലാം കഴിഞ്ഞു, എൻ്റെ ചാർട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, എനിക്കൊരു ക്യാമറയും 2 മോങ്ങളും കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അവിടെ അവരത് നിന്നു. പിന്നെ എല്ലാം ഫ്രൈഡേ ഫിലിം ഹൗസ് പോലത്തെ ഒരു ബാനർ വന്നപ്പം വിജയ് ഭായ്, വിനയ് ഭായ്, ഷിബുജി സുശീലൻ, ഇങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് വരികയും പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഞാൻ ചെയ്ത 3 സിനിമകളിൽ ഏറ്റവും മനസ്സമ്മാനത്തോടെ ഏറ്റവും ഹാപ്പി ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത സിനിമയാണ് കൽബ്. അപ്പം എൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നതും കാണുന്നതും സിനിമയാണ് കൽബ്. അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെട്ടവരുണ്ടാവും. പക്ഷേ ആസ് എ പേഴ്സൺ ഇപ്പോഴത്തെ എൻ്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റായിട്ട് ഞാൻ കൽബിനെ കാണുന്നത്. അതെ, കൽബ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവായി കുറേ നാളത്തേക്ക് ആരുമായിട്ട് സംഭാഷണമില്ല. ആ പയ്യൻ വീണ് ഞാൻ ഒന്ന് വിളിച്ചാണ്, എനിക്ക് ഫോണിൻ്റെ അപ്പുറത്തുനിന്നൊരു ശബ്ദം ഇടഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ പയ്യൻ പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത് അല്ലേ? ആ പയ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എനിക്കറിയാം. ഒരു ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒന്നുമില്ല കുറച്ച് നാളത്തേക്ക്. നിങ്ങളുടെ പ്രൊഡക്റ്റിൽ പോലും സിനിമാ പ്രാന്തിൽ പോലും വരാത്തൊരവസ്ഥ. ആ സിറ്റുവേഷനിൽ നിന്നാണ് ഈ കൽബ് വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ച് വന്നത്. പക്ഷെ ആ പയ്യൻ ഇപ്പോൾ നമ്മുടെ അന്നത്തെ ക്യാമറ ഇപ്പോൾ പറഞ്ഞല്ലോ ആസിഫിനെ പോലെയുള്ള കമ്പനി ക്യാമറ ചെയ്യുന്നത്, അവനുണ്ടായ ഒരു ഷോക്കുണ്ടല്ലോ. ആ സിനിമ
ഒരു കാലത്തേക്കും നടക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നില്ലേ ഒരു കാലത്തും? ഉറപ്പായിട്ടും അന്ന് ഞാൻ സിനിമ തന്നെ നിർത്താമെന്ന് വിചാരിച്ചു. സിനിമയിൽ ഇനി ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, സിനിമ പരിപാടി നമുക്ക് പറ്റിയ പരിപാടിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അത്രയും ഇപ്പം സോണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു പയ്യനാണ്. ഇപ്പം ഞങ്ങൾ കാറിലൊക്കെ പോകുമ്പം ഒരു ആംബുലൻസ് പോയാൽ അവൻ്റെ 5 പ്രാവശ്യം കുരിശ് വരക്കും, മനസ്സിലായില്ല. ഇല്ലെങ്കിൽ ഒരു പള്ളി കണ്ട ഒരു 5 പ്രാവശ്യം അവിടെ നിർത്തി പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഒരു പയ്യനെ അന്ന് കാല് മുറിച്ചോളെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് പറ്റിയില്ല, അങ്ങനെ നടന്നു. അല്ല അവൻ്റെ പക്ഷെ അവൻ്റെ മനസ്സിൻ്റെയാണ്. ഇപ്പം എനിക്ക് അന്ന് എൻ്റെ അത്രയും വലിയ കാശൊന്നുമില്ല, പക്ഷെ അന്ന് ഒരുപാട് ആളുകൾ എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം മഞ്ജു വാര്യർ, ഇതേപോലെ ഷെയിൻ്റെ ഉമ്മ, ഇവരൊക്കെ വിളിച്ച് സഹായിച്ചിട്ടാണ് അപ്പോൾ അതിനെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ മെഡിക്കൽ ട്രസ്റ്റിലാണ് എല്ലാം ചെയ്തത്. അപ്പം ഇന്ന് അവൻ ഇപ്പം എൻ്റെ പുതിയ ഷീമാരുടെ ഡാൻസൊക്കെ അവനാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഈ ആസിഫിൻ്റെ ആ ടീച്ചറെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ ഇപ്പം ടിക്കറ്റ് എന്നുള്ള സിനിമയുടെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്രാഫ്റ്റുള്ളൊരു പയ്യനാണ് അവൻ. ക്യാമറയൊക്കെ കയ്യിലെടുത്താൽ വെക്കത്തില്ല. അവൻ്റെ കൈയ്യാണ് 2 കൈ മൾട്ടിപ്പിൾ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉപജീവനമാണല്ലോ അവിടെ ഇല്ലാണ്ടാകുന്നത്. അത് എൻ്റെ ഒരു ബുദ്ധിമോശം കാരണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. പിന്നീട് ഒരു തിരിച്ചുവരവ് ഒത്തിരി പാടുപെട്ടില്ലേ? ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ചോളം അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നവരെ എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഞങ്ങൾ ഇപ്പം അവൻ്റെ അമ്മയും അവൻ്റെ ബ്രദറും ആ ബ്രദറൊക്കെ ഇവരൊക്കെ എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബ്രദേഴ്സിനെ പോലെയാണ്. അപ്പം അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നൊരു തെറ്റാണത്. ഞാൻ ഇപ്പോഴും അത് നെഗ്ലക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഈ എടുത്തിയാട്ടവും നമുക്കെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള തോന്നലൊക്കെയാണ് അത് സംഭവിച്ചത്. അവനന്ന് സംസാരം ഒന്നുമില്ലായിരുന്നല്ലോ അല്ലേ? അതെ അതെ ഐസിയിൽ കിടക്കുമ്പോൾ പിന്നെ സംസാരം ഇല്ലാതെ എനിക്ക് തോന്നുന്നു അവസാന നിമിഷം വെന്റിലേറ്ററിലേക്ക് വരെ മാറുന്ന നിലയിലേക്ക് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ അതെ അന്നൊക്കെ സാജിദ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു കരച്ചിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നു. ഞാൻ അവിടെ കുറേ ഫ്രണ്ട്സിന് അപ്പോൾ സാജിദക്കായി ഒന്ന് വിളിച്ചൊരു ചായ കുടിപ്പിക്കാം എന്ന് വിചാരിച്ചവർ വരെ പരാജയപ്പെട്ടു സാജിദ് മുമ്പിൽ നിന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് എൻ്റെ ഒരു തെറ്റാണ്. ഞാൻ പറയുന്ന എന്തും ചെയ്യുന്നൊരു പയ്യനാണ്. അപ്പം ഞാൻ അവിടെ ഇച്ചിരി എൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു പക്വത കാണിക്കണമായിരുന്നു. അങ്ങനെ അവൻ വളരെ ചെറിയ പയ്യനാണ്, 10-26 വയസ്സേ ഉള്ളൂ. ഞാനവിടെ കുറച്ചുകൂടി ഒരു ഇതാകണമായിരുന്നു, ഒരു പ്രോപ്പർ സേഫ്റ്റി സെക്യൂരിലൊക്കെ ആ ബിൽഡിങ്ങിൽ കയറണമായിരുന്നു. ഞാൻ ഒരു ചെറിയ മൊബൈൽ വെളിച്ചത്തിനകത്ത് രാത്രി 7 മണിക്ക് അതൊരു 4-5 ലക്ഷം ആൾക്കാരുള്ള ഒരു ഇവൻറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. മുല്ലക്കച്ചിറപ്പാണ്. അവിടെ ഒരു ആംബുലൻസ് വരിക എന്നൊക്കെ പറയുന്നത് ചെറിയ ടാസ്കല്ല അലിവായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാത്രിയാണത്. എനിക്കിപ്പോഴത് പറയുമ്പോൾ ഭയങ്കര ട്രോമയാണ്. ആ ക്രൗഡിലൂടെ അല്ലേ കൊണ്ടുപോകണം അല്ലേ? അതെ, കൊണ്ടുപോകണ്ടേ, ആംബുലൻസ് വരണ്ടേ. അപ്പം ഭാഗ്യം എല്ലാം ദൈവാനുഗ്രഹിച്ച് ഇപ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കുന്നു. ഈ സിനിമ അവൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഷൂട്ട് ചെയ്യുന്നു. അതൊക്കെ നല്ല ആരുടെയൊക്കെ പ്രാർത്ഥന? ഉറപ്പായിട്ടും അവരുടെ അമ്മയുടെയും എൻ്റെ ഉമ്മയുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇതൊന്നും സംഭവിക്കാനത്. അവിടെ വേറെ പ്രാർത്ഥന എനിക്ക് സാജിൻ്റെ കുടുംബം പറയാണ്ട് മോളുടെ പ്രാർത്ഥന ഉണ്ടാവും. മോളുടെ പേര് കൽബെന്നാണ്. അതെ അതെ അല്ലേ? അതെ അതെ, മോളുടെ പേര് കൽബെന്നല്ലേ ഇട്ടിരിക്കുന്നത്? അത് കൽബ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൽബ്. അപ്പോൾ ഞാൻ എനിക്ക് 2 ആൺകുട്ടികളും 3-മത്തെയാണ് പെൺകുട്ടി. അപ്പം അവൾക്ക് ഞാനിട്ട പേര് ഐറ കൽബ് എന്നാണ്. അപ്പം അതെനിക്ക് ആ പേരിനോടും എനിക്ക് ആ സിനിമയോടുള്ളൊക്കെ ഇഷ്ടമാണ്. അന്നേ തൊട്ട് എൻ്റെ മനസ്സിൽ കൽബുണ്ട്. അവളിപ്പം അവൾ ഭയങ്കര പ്രൗഡായിപ്പം. അവളിപ്പം സ്കൂളിലൊക്കെ കൽബ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ OTT വന്നു കഴിയുമ്പം അവളുടെ ഫ്രണ്ട്സും ഇല്ല അവളുടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ പേരൻസൊക്കെ ഈ പടം കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര പ്രൗഡായിട്ടെന്ന് പറയുമ്പോൾ എൻ്റെ പേരാണ് എൻ്റെ വാപ്പയുടെ സിനിമയ്ക്കെന്ന് പറയുന്നത് ഒരു പ്രൗഡ് മൊമെൻ്റാണ്. ഇപ്പോൾ ഈ OTT പടം വന്ന് വിജയിച്ചോടുകൂടി ഞാൻ കുറേ പേജുകൾ എടുത്തു നോക്കി. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അശ്വന്ത് കോക്കിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ്. അതിൽ വരുന്ന കമൻറ്റുകൾ, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇത്ര നല്ല സിനിമ എനിക്ക് കാണാൻ കഴിയാതെ പോയത്. അത്തരം കമൻറ്റുകൾ മാത്രം സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ അശ്വന്തിനെതിരെയാണ്, കോക്കിനെതിരെയാണ് അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഇപ്പം കോക്കെന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, അയാളുടെ ജീവിതമാർഗമായിട്ട് കാണുന്നൊരു പരിപാടി അല്ലേ. അപ്പം അയാളെപ്പോലത്തെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഷ. ഇല്ലെങ്കിൽ അയാൾക്ക് സിനിമ ഇഷ്ടപ്പെടാതിരിക്കാം. എല്ലാ ആർട്ട് ഫോമിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ല അലിബായി. അപ്പം ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. അത് പറയുന്നൊരു ഭാഷയുണ്ട്, അത് പറയുന്നൊരു രീതിയുണ്ട്. അതിൽ പറഞ്ഞോളൂ, എന്ത് രസമാണ്. എനിക്കറിയാവുന്ന ഒരു വളരെ വലിയൊരു ഡയറക്ടറിൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നില്ല. കാരണം ഇയാൾ വിളിക്കുന്ന ഇരട്ട പേര് കാരണം കൂട്ടുകാർ കളി. ഇതുണ്ടാകുന്നൊരു മെൻ്റൽ ട്രോമ ഭയങ്കര വലുതാണ്. നമ്മൾ വിചാരിക്കുന്നത് വളരെ സിമ്പിൾ. നമ്മളെ അങ്ങനെ വിളിക്കുന്നവരേ ഉള്ളൂ നമുക്കതൊരു ചിരിയായിട്ട് വരുന്നത്, മനസ്സിലായില്ലേ. നമ്മളെ അങ്ങനെ ഒരാൾ അങ്ങനെ പറയുന്നവരേ ഉള്ളൂ. ഇപ്പോൾ കൽബിൻ്റെ റിവ്യൂ പറയുന്നവരെ ചിലപ്പോൾ എന്നെ ബാധിക്കുന്നുള്ളതായിരിക്കും. അതിന് മുമ്പ് ഞാനും പല ഇയാളുടെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കാം, മനസ്സിലായില്ലേ.
അപ്പോൾ ഇത് അയാൾ മാറ്റണം, അയാൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അധികകാലം ഇത് ഉണ്ടാവില്ല. ഇതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ടായി, മനസ്സിലായില്ലേ? ഇപ്പം അതിലൂടെ ഇയാൾ ഇല്ലാണ്ടാക്കുന്ന ഇപ്പോൾ ഇദ്ദേഹം ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയെ പറഞ്ഞാൽ അതിനെ ബാധിക്കില്ല. എങ്ങനെ ബാധിക്കില്ല? ഒരു ബാധിക്കില്ല. അതിന് ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയില്ലേ? കാര്യം അതിനെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള ഫാൻ സപ്പോർട്ടും സിനിമാറ്റിക് സപ്പോർട്ടും ഡയറക്ടർ വാല്യൂ ഒക്കെ ആ സിനിമയ്ക്കുണ്ട്. പക്ഷെ ഇതുപോലുള്ള സിനിമകളൊക്കെ ഭയങ്കര പാടാ, മനസ്സിലായില്ലേ? പിന്നെ പൊങ്ങി വരാൻ അല്ലെങ്കിൽ തിയേറ്റർ സപ്പോർട്ട് വേണം, അതുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ ഇപ്പം അലിബായ്, നിങ്ങൾക്കറിയാം ഇവിടുത്തെ എത്ര ഡയറക്ടേഴ്സാണ് അനുഭവിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ എത്ര പേരെ അറിയാം? ഇവിടെയുള്ള ഭയങ്കര കുട്ടിയാവശ്യമുള്ള ഡയറക്ടേഴ്സിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അയാൾ എന്ത് ലാസ്റ്റ് പണത്ത് ചെയ്തു, അത് മാത്രമേ ഉള്ളൂ അയാളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അവരനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്, രോഗങ്ങൾ, മനസ്സിലായില്ല? ഒരു സിനിമ തരുന്ന മെൻ്റൽ ട്രോമ എന്താണെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കുണ്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെ. എനിക്ക് ഓരോ സിനിമ എനിക്ക് ഫസ്റ്റ് സിനിമ എനിക്ക് ഫാറ്റി ലിവർ വന്നു, സെക്കൻഡ് സിനിമ എനിക്ക് കിഡ്നി സ്റ്റോൺ വന്നു, മൂന്നാമത്തെ കൽബ് കഴിഞ്ഞപ്പോൾ ഷുഗറും കൊളസ്ട്രോളൊക്കെ കൂടി. അപ്പം ഇങ്ങനത്തെ രോഗങ്ങൾ മാത്രമേ ഡയറക്ടറുള്ളൂ. ഹിറ്റായി കഴിഞ്ഞാൽ അത് മൊത്തം അതിനകത്ത് ബാക്കിയുള്ള ടീമുകൾ കൊണ്ടുപോവുകയും ഫ്ലോപ്പായാൽ മൊത്തം പാത നിലടിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാൻ ഇവിടുത്തെ ഒരു സ്റ്റാർ സമ്മതിക്കുമോ? ഒരു പ്രൊഡക്ഷൻ കമ്പനി അലോട്ട് ചെയ്യുമോ? കുറ്റം മൊത്തം അയാളുടെ നിലയിലായിരിക്കും, മനസ്സിലായില്ലേ? ഹിറ്റായാലോ മൊത്തം ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടി കൊണ്ടുപോകും. അപ്പം അതൊക്കെ മാറണം, മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ലൈഫല്ല ഇവിടെ ഉള്ള ഒരു മേക്കേഴ്സിൻ്റെയും. പണ്ടൊക്കെ ഒരു ഡയറക്ടറിൻ്റെ പേര് സിനിമ അറിയപ്പെടില്ലേ? ഫാസിൽ സാറിൻ്റെ, അഭിഷേക് സാറിൻ്റെ അല്ലേ? എന്ന് പറഞ്ഞാൽ ഫാസിൽ സാറിനെ കാണാൻ വേണ്ടി അന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ബസ്സിൽ ആൾക്കാർ വന്ന് വീണ്ടും അതൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ഫാൻ ഫോളോയിങ് ആണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, ഇല്ലെങ്കിൽ ഇത് അവർ ചെയ്യുന്നൊരു ട്രൈ ആണ്. ആ ട്രൈ ഒരിക്കലും ഒരു ദിവസം രാവിലെ കുറേ ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഒരു മോശം സിനിമ ചെയ്തത് അങ്ങനെയല്ല. ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് വന്ന് ചിലപ്പോൾ നന്നാ ചിലപ്പോൾ ചീത്തയാവും, മനസ്സിലായില്ലേ? അതിന് ഇത്രയും ക്രൂശിക്കപ്പെടാൻ പാടില്ല ഒരു മേക്കേഴ്സിനെയും. അത് അവരുടെ ഫാമിലിയും അവരെ ചുറ്റുപാടും ഒരുപാട് പേരെ അത് ഭയങ്കരമായിട്ട് ബാധിക്കപ്പെടും, മനസ്സിലായില്ലേ? അല്ല, അതിൽ നിന്ന് അവരൊരു വരുമാനം ഉണ്ടാക്കുന്നു. ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു എത്ര വരുമാനം കിട്ടും അതിൽ എത്രയോ നല്ല ജോലികളുണ്ട് അലിബായ് ഇവിടെ, മനസ്സിലായില്ലേ? ഇപ്പം അതിൽ നല്ലത് ഈ പറയുന്ന ഇപ്പം വിമർശിച്ചോട്ടെ, ഞാൻ വിമർശിക്കട്ടെ, വിമർശനത്തിലൂടെയാണ് എല്ലാ ആർട്ട് ഫോംസും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആ ഭാഷ മാറ്റി പറയും, മനസ്സിലായി? ഇപ്പം ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഇപ്പം ലെൻസ്മാൻ, മനസ്സിലായി? ഇവിടുത്തെ ഭയങ്കര കുടികെട്ടിയ റിവ്യൂർ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ, ഭയങ്കര ഇംഗ്ലീഷ് കുറച്ച് അറിയാവുന്നതിൻ്റെ ഒരു ബെനിഫിറ്റില്ല, വേറൊന്നും അയാൾക്കില്ല, മനസ്സിലായി? ഒരു തോട്ട് പ്രോസസ് അയാൾക്കില്ല. അയാൾ കൽബ് പോലത്തെ സിനിമയോ അയാൾ പറയട്ടെ, ഡയറക്ഷൻ അയാൾക്ക് പോയി എല്ലാം ഹൈ ആയിട്ട് തോന്നി, മ്യൂസിക് ഉള്ള ക്യാമറ ഉള്ള എല്ലാം സംഭവിച്ചു, കുഴപ്പമില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് 5 പേര് പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയ കാരണം കുഴപ്പമില്ല, ടിക്കറ്റ് എടുത്തതിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു? എന്തിനാണ് അയാളത് പറയുന്നത്? അത് പർപ്പസ്ഫുള്ളി എത്രത്തോളം താഴ്ത്തി കിട്ടുമോ ആ സിനിമയെ? അത് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ അയാൾ പറഞ്ഞോട്ടെ, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ 100 രൂപ അയാൾക്ക് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഭാഷകൾ മാറ്റട്ടെ, ടെക്നിക്കലി പറയട്ടെ, എനിക്ക് അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇതിന് ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയില്ല അവർക്ക്, എന്തറിയാൻ? അതാണ് ഏറ്റവും ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് ഒരു ദിവസം ഇയാളൊരു ലൊക്കേഷനിൽ വന്ന് നിന്നാൽ പിന്നെ ഒരു സിനിമ ഇവർക്ക് മോശം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ 2009 മുതൽ ഈ പരിപാടി ചെയ്യുന്ന ഒരാളാണ്, സിനിമാ ഭ്രാന്തൻ എന്ന് പറയുന്ന പേജുകൾ ഞങ്ങൾ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരു സിനിമയും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. ഒരു 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 ടെക്നീഷ്യൻസിൻ്റെയും ഒരു സംഭവം ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അത് വിറ്റ് കാശാക്കാൻ നോക്കിയിട്ടില്ല. ഇപ്പം നിങ്ങൾ പോലും, മനസ്സിലായി? നിങ്ങളെക്കുറിച്ച് പല എതിരഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും കാണാം ഓൺലൈനിൽ. പക്ഷേ ഇതുവരെ അലിബായ് ഒരു സിനിമയെ മോശം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇവിടെ ചെയ്തിട്ട് പ്രൗഡായിട്ട് എന്നൊക്കെ ഒരു സിനിമയ്ക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടോ? അവിടെ 1 രൂപയുടെ വാല്യൂ നോക്കാൻ നിങ്ങൾ വന്ന് നിന്നിട്ടുണ്ട് ഇല്ലേ? അപ്പം ഞാൻ പലയിടത്തും പറയാറുണ്ട്, നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അതാണല്ലോ ചെയ്യേണ്ടത്. വെള്ളപൂശി ഇല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് സംഭവങ്ങൾ മാത്രം പറയുന്ന ഒരു പരിപാടിയാണ് ഇൻ്റർവ്യൂ. എന്തിനാ? അവിടുത്തെ ലൈഫുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റണം. അതേ അദ്ദേഹം ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു സിനിമ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പുള്ളി മോശം പറയുന്നത്. ഒരു ആവറേജ് സിനിമയെ പോലും എങ്ങനെയും പൊക്കി എടുക്കണമെന്നേ ഞാൻ കണ്ടിട്ടുള്ള ഷോസിന് 11 മണിക്കത്തെ ഷോയ്ക്ക് ഞങ്ങൾ പല തിയേറ്ററിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ആ കാണുമ്പോഴും നിങ്ങൾ എങ്ങനെയും പൊക്കി എടുക്കണം, ഇത്രയും എഫേർട്ട് ഇട്ട സിനിമയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങളെപ്പോലത്തെ ആളുകളാണ് വരേണ്ടത്. അപ്പം നിങ്ങൾക്കുള്ള പ്രതിച്ഛായ എന്താണ് ഈ ഓൺലൈനിൽ? ഈ പറയുന്ന ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ കേവലം ഒരു മാക്സിമം ഒരു 300K 400K വീഡിയോ കിട്ടുന്ന ഒരു എത്ര രൂപ വരുമാനം കിട്ടാനാണ്? ആ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന ഇവരെ കുറിച്ച് ഇത്രേ ഉള്ളൂ. സിമ്പിളാണ് ടെക്നോളജി. അതായത് ഇപ്പം അലിബായ് ഇവിടുത്തെ ഒരു ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി കഴിച്ചിട്ട് പുറത്തിറങ്ങി നിങ്ങൾ ആ ഹോട്ടലുകാരനായിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടുമെങ്കിൽ ഇവിടുത്തെ ഹോട്ടലുകാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതാണ് യൂട്യൂബിൽ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്.
നെഗറ്റീവ് ഡിസ്ലൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുമാനം കൂടുന്നത്. അപ്പോൾ അവരത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അതിനകത്താണ് വേറെ ഒന്നും അവർക്ക് പറയാറിയില്ല, ഒരു സിനിമയുടെ നല്ല ക്വാളിറ്റി പറയാറിയില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അല്ല ഇവിടെ വേറൊരു കാരണം, ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളിലെ മോഷൻ റിവ്യൂ പറയുമ്പോൾ ഇവിടെ ഞാൻ നിർമ്മാതാക്കളെ കൂടെ കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കണം. ചില താരങ്ങളുമുണ്ട് മോഷൻ റിവ്യൂ പറയുമ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയും. അവൻ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് പോസിറ്റീവ് സിനിമ പറഞ്ഞാൽ ആ റീലെടുത്ത് കട്ട് ചെയ്ത് ഈ നിർമ്മാതാക്കളിൽ ആ പേജിൽ ഷെയർ ചെയ്യുക, ആക്ടേഴ്സ് ഷെയർ ചെയ്യുക. അപ്പോൾ അവനെ വളർത്തുന്നത് ഈ ചില നിർമ്മാതാക്കളും ചില ആക്ടേഴ്സുമാണ്. അല്ല ശരിയാണ്. ഇപ്പം നമുക്കും അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? പല പോയിന്റിലും അലിമേ ഞാൻ പറഞ്ഞില്ലേ, അതിനപ്പുറം ഇവിടെ വേണ്ടത് ഇപ്പം ആ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിക്ക് അപ്പുറം വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല്ലുട്ടി എന്നുള്ള സിനിമ, ഈ സിനിമ ഞാൻ തമിഴിലേക്ക് ഡബ് ചെയ്ത ശേഷം റെഡ് ജെയിൻറ്റ് പോലത്തെ വലിയ കമ്പനികളിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയുന്നത് സജിത നല്ല സിനിമയാണ്, മാരി സെൽവരാജ് ഈ സിനിമ ലിജു സ്പെലിഷിയുടെ പ്രസൻറ്റ് ചെയ്താൽ അവിടെ പുള്ളിക്കാരെ ഇഷ്ടപ്പെട്ട് പ്രസൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, അവിടെ ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, അവിടെ പ്രസ് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ടീം പറഞ്ഞത് ഇവിടെ ഒരാഴ്ച 8 to 6 to 8 തമിഴ് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഫെബ്രുവരി 16 കഴിഞ്ഞ് നമുക്ക് നോക്കാം. അത്രയും ഒരു പവർഫുൾ അസോസിയേഷൻ ഇവിടെ വരണം. ഇവിടെ ഇപ്പോൾ OTTക്ക് വേണ്ടി ഡബ് ചെയ്യുന്ന ഒരു വേർഷൻ കൊണ്ടിട്ടിട്ട് അവിടുത്തെ സ്റ്റാർ ജസ്റ്റ് വന്ന് പോയിട്ട്, മനസ്സിലായില്ലേ, ഈ മാർക്കറ്റ് മൊത്തം പിടിച്ചുകൊണ്ട് പോകാന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഇവിടെ ഞങ്ങളെപ്പോലത്തെ ചെറിയ സിനിമകൾക്ക് മേക്കേഴ്സിനുള്ള ബ്രീത്തിങ് സ്പേസ് വേണം, മനസ്സിലായില്ലേ? ഇപ്പം ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇല്ലാത്തൊരു സമയത്ത് പണം റിലീസ് ചെയ്യാനാണ്. ആ സമയം നമ്മൾ ആ വിൻഡോ നോക്കി അതിനുള്ള മാർക്കറ്റിംഗ് പർപ്പസും കടം വാങ്ങിച്ചും ഇല്ലെങ്കിൽ ലോകത്തുള്ള പലിശക്കാരിൽ നിന്ന് കാശും വാങ്ങിച്ച് പോസ്റ്റർ ഒട്ടിച്ച് ഹോർഡിങ് വെക്കുമ്പോൾ നേരെ അതിൻ്റെ പുറത്തോട്ട് വന്ന് ഒട്ടുക ഏതാ വലിയ പോസ്റ്റേഴ്സ്. ഈ ഇൻഡസ്ട്രിയായിട്ട് ഒരു ബന്ധമില്ലാത്ത പോസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഈ അസോസിയേഷനുകളിലെ പ്രൊഡ്യൂസേഴ്സ്, ഇവിടുത്തെ റിവ്യൂവേഴ്സിന് ഈ പറയുന്ന റൂമിലിരുന്ന് ഒരു 300 കേക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് കുറ്റപ്പെടുത്തുന്നതിന് അപ്പുറം ചെയ്യേണ്ടത് ഇതുപോലുള്ള സിനിമകൾക്കൊരു പരിധി വെക്കണം. ഇത്ര ഷോസ് ഇല്ലെങ്കിൽ ഇപ്പം അവർക്ക് 10 ഷോ കൊടുത്തോട്ടെ, നമുക്കൊരു 2 ഷോ നൈറ്റ് 2 ഷോ മതി മെയിൻ സെൻറ്ററുകളിൽ. എവിടെ കിട്ടാനാ? കൽബ് പോലും ഒരു ഷോയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്നത് എറണാകുളത്ത്. മലബാർ ഏരിയയിൽ കുറേ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പം ആദ്യം ഉണ്ടായ ഇഷ്യൂയിൽ നിന്ന് പണം തിയേറ്ററിൽ നിന്ന് മൊത്തം മാറിയ ശേഷം ഞങ്ങൾ ഈ സിനിമാ ഭ്രാന്തം പോലത്തെ ഒരു പേജും വെച്ച് ഒരുപാട് ക്യാമറയും വെച്ചിട്ട് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള മാഡം ഒക്കെ കഷ്ടമാണ്. അവർക്ക് തിയേറ്ററിൽ പോയിരുന്ന മൊബൈലിൽ ആൾക്കാർ റിവ്യൂ എടുത്ത് ആ റിവ്യൂ പോസ്റ്റ് ചെയ്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പടം തിരിച്ച് പിന്നെയും 60 തിയേറ്ററോട് പിന്നെയും തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴത്തേക്ക് 3 ആഴ്ച കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഏതാ പ്രേമലുവും ഇതും വന്നു, നമ്മുടെ മഞ്ഞുമൽ ബോയ്സും വന്നു. അത്രയും അടിപൊളി സിനിമകൾ മലയാളം വന്നിരിക്കുക, ടക്ക് നമ്മൾ മാറി. അപ്പം ഈ എൻ്റെ ഗട്ട് ഫീലിൽ ഈ പറയുന്ന അന്യഭാഷ സിനിമകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം കുറച്ചൊന്ന്, ഇപ്പം ഫോർ എക്സാമ്പിൾ വിജയ് സിനിമ, രജനീകാന്ത് സിനിമ, സൂര്യ സിനിമയ്ക്കൊക്കെ ശരിയാണ്, ഇവിടെ അങ്ങനെ ഒരു ഓഡിയനുണ്ട്, അവർ ഓക്കെയാണ്. പക്ഷേ ഇത് അവിടെ ആർക്കും വേണ്ടാത്ത സിനിമകൾ ഇവിടെ കൊണ്ടിട്ടിരിക്കുമോ, അത് ഡബ് ചെയ്യുക, ഇവിടെ കൊണ്ടിറക്കുക, മനസ്സിലായില്ലേ? അത് ഇവിടുത്തെ വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയത് കാരണം നമ്മുടെ സിനിമയെ ഷോ കട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല്ലുട്ടി ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള പണി എന്ന സിനിമ മാത്രമാണ് ഞങ്ങൾ വളരെ എവിഡൻ്റായിട്ട് മാർക്കറ്റ് ചെയ്ത് ചെയ്യാവുന്ന എല്ലാ പരിപാടിയും ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത് ഞങ്ങൾ അതിനെ ഒന്ന് പൊക്കി കൊണ്ടുവരുന്ന സമയത്ത് നേരെ ലക്കി ഭാസ്കറും മറ്റേ ഇദ്ദേഹത്തിൻ്റെ സിനിമയും വന്നു, 3 സിനിമകൾ വന്നു. അപ്പം അവർക്ക് ഒരിക്കലും ഗോകുലം ഗോപാലൻ്റെ പോലത്തെ ഗോകുലം മൂവീസ് പോലത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പണിയെ മാറ്റാൻ പറ്റില്ല. മാറ്റുന്നത് ഞങ്ങളുടെ ഭാഗം പല്ലുട്ടിയാണ്. 3 സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയ, ഇത്രയും അഭിപ്രായങ്ങൾ കിട്ടിയ, ഇത്രയും റിവ്യൂ കിട്ടിയ, ഇത്ര ക്രിട്ടിക്കലി സപ്പോർട്ട് കിട്ടിയൊരു സിനിമ മാറ്റുവാണ്. എങ്ങനെ ഞങ്ങൾ അങ്ങനത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും? അല്ലെ വലിയ സിനിമകൾ, തമിഴ് സിനിമകൾ വരുമ്പോൾ തന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, തിയേറ്റർ ഉടമകളുടെ എഗ്രിമെൻറ്റ് 20 ദിവസം കഴിച്ചു കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തിയേറ്റർ ഉടമ ചോദിച്ചു, ഇപ്പം ഈ ഇടയ്ക്കിറങ്ങിയൊരു പടത്തെ ഭയങ്കര പരാജയപ്പെട്ടു, സിനിമയുടെ പേര് പറയുന്നില്ല, പക്ഷേ ആ തിയേറ്റർ ഉടമ എൻ്റെ അടുത്ത് പറയാണ് 20 ദിവസം ഓടിക്കണത്, ആളുമില്ല, എന്ത് ചെയ്യും? എഗ്രിമെൻ്റാണ്, 20 ദിവസം ഓടിക്കണം, എങ്ങനെ വലിയ സിനിമ കൊടുക്കും? അത് മാറേണ്ടിയിരിക്കുന്നു, മനസ്സിലായില്ലേ? ഇപ്പം പല്ലുട്ടി പോലത്തെ സിനിമ പിടിച്ചു നിന്നത് ഞങ്ങൾക്ക് ഇത്രയും ബാക്കപ്പ് ഉള്ള കാരണമാണ്. ഇതില്ലാത്തൊരു പ്രൊഡക്ഷൻ കമ്പനി, ഇതില്ലാത്തൊരു പുതിയ ഡയറക്ടർ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും, എങ്ങനെ പിടിച്ചിരിക്കും? അവന് ജീവിത സിനിമ ചെയ്യും, അവൻ്റെ കുടുംബം കളഞ്ഞ് അവൻ്റെ ലോകത്തിൽ നിന്ന് കാശും വാങ്ങിച്ച് ലോകത്തെ ഏറ്റവും വലിയ കടക്കാരനായി മാറും ഒരൊറ്റ സിനിമ കൊണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ചില റിവ്യൂവേഴ്സ് ഉണ്ട്, അവനെന്തിനാ ലോൺ എടുത്ത സിനിമ ചെയ്ത് നമ്മളെ കെട്ടിയേപ്പിക്കാനാണോ ഇങ്ങനെ ചോദിക്കുന്ന റിവ്യൂ സിനിമ എല്ലാം ചോദിക്കുന്നു, ഇവരെല്ലാം ചോദിക്കും. പക്ഷെ ഇവനൊരു സിനിമ ചെയ്ത് കാണിച്ചു തന്നെ, ഷോർട്ട് ഫിലിം ചെയ്ത് കാണിച്ചു തന്നെ. അതെ, ഇഷ്ടം കൊണ്ടല്ലേ ബ്രോ, ഇഷ്ടം കൊണ്ട്. അല്ല ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ സിനിമ ചെയ്യാനുള്ള ഒരു ആർത്തി കൊണ്ട് വരുന്നതല്ലേ.
അവർക്ക് ഈ വേറെ എന്തൊക്കെ ചെയ്യാം, ബാങ്കിൽ ഇട്ടാൽ മതിയല്ലേ കാശ് ജീവിക്കാൻ, അല്ലേ? എന്നിട്ട് റിസ്ക് എടുക്കുന്നത് ഇതൊരു സിനിമ അങ്ങനെയാണ്. സിനിമ നമ്മളെ ഭ്രമിപ്പിക്കും, മനസ്സിലായില്ലേ? നമ്മൾ അതിനകത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അലിബായിക്ക് വേറെ പരിപാടി ചെയ്യാൻ പറ്റുമോ? നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്താണ്. കുടുംബം ഒരു യുദ്ധം പോലല്ലേ. ഒരു 10-20 ആൾക്കാർ ഒരു സ്ഥലത്ത് തമ്പടിക്കുന്നു, അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു, അത് കഴിക്കുന്നു, മനസ്സിലായില്ലേ? പല ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, കഷ്ടപ്പെട്ട് വെയിലത്തും ചൂടത്തും. ഇവിടുത്തെ കരവാനൊക്കെ കിട്ടുന്ന ഒന്നുമല്ല, പൊരി വെയിലത്തും പൊരി ചൂടത്തും നമ്മൾ ഷൂട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മളത് പ്രൊഡക്റ്റാക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പം അത് കാണാനുള്ള ഓപ്ഷൻസ് ഓഡിയൻസിന് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു ഭാഗ്യം ഈ OTT ഉള്ളതുകൊണ്ട് സഹിച്ചേട്ടന് കഷ്ടപ്പെട്ട ഭരതനാട്യം പോലത്തെ സിനിമയൊക്കെ എന്താ ഇപ്പം അദ്ദേഹം ഡിപ്രഷൻ അടിച്ച് എന്നെ വിളിച്ച് പറഞ്ഞതാണ്, അതായത് ഞാൻ ഈ പരിപാടി നിർത്താൻ പോവാന്ന്. അവിടെ ഒരു പുതിയ ഡയറക്ടർ ഇല്ലാണ്ടാകാൻ പോകുന്നത്, പുതിയ മേക്കേഴ്സ്, എത്ര ആർട്ടിസ്റ്റുള്ള സിനിമ അഭിനയിച്ചിട്ടുണ്ട് പുതിയ, അവരുടെയൊക്കെ പെർഫോമൻസ് ഇല്ലാണ്ടാവുമല്ലേ. പക്ഷേ OTT എന്നുള്ളൊരു ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഭരതനാട്യം നോട്ടീസ് ചെയ്യപ്പെട്ട പോലെ, കൽബ് നോട്ടീസ് ചെയ്യപ്പെട്ട പോലെ ഞങ്ങളെപ്പോലത്തെ ഒരുപാട് പുതിയ ആൾക്കാർക്കുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ഒരു OTT സപ്പോർട്ട്. അതിപ്പോൾ സാജനും വിജയ് ബാബുവിനൊക്കെ എത്തിപ്പെടാൻ പറ്റും ചിലപ്പോൾ OTTയിലേക്ക്. അതുപോലെ എത്തിപ്പെടാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്, അവരാണ് തകർന്നു പോകുന്നത്. ആലോചിച്ചാൽ നല്ല സിനിമയായിരിക്കും, അവർ തകർന്നു പോകുന്ന. നേരത്തെ പറഞ്ഞല്ലോ, ഉറപ്പായിട്ടും ഇവിടെ ആർക്കും വേണ്ടല്ലോ. ഇപ്പോൾ ഒരു പടം ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഇതിൽ തിയേറ്ററിൽ വർക്കായില്ല. ഇപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണല്ലോ, തിയേറ്ററിൽ വർക്കായാലും എടുക്കാം, തിയേറ്ററിൽ വർക്കാൻ സിനിമ മോശം, തിയേറ്ററിൽ കളക്ഷൻ നോക്കുന്ന ആദ്യത്തെ നമ്മുടെ TRP റേറ്റിംഗ്, നമ്മുടെ TRP സോറി ഈ പിന്നെ എമൗണ്ടിൻ്റെ ലിസ്റ്റ് ഉണ്ടല്ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത്, അത് ബേസ് ആ എമൗണ്ടിൻ്റെ കാൽക്കുലേഷൻ ബേസിലാണ് പടം എടുക്കുന്നത്. അവർ പറയുന്ന റേറ്റ് എന്താണ്? ഇപ്പോൾ വർക്കായില്ലെങ്കിൽ, പടം മോശമായതുകൊണ്ടല്ല, തിയേറ്ററിൽ കളക്ഷൻ വന്നില്ലെങ്കിൽ അവർ പറയുന്ന റേറ്റ് വിഷം പോലെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? എന്നാൽ ഇട്ടോ എടുക്കാവില്ലേ, വേണ്ട, പാമ്പ് പിടിച്ചാലും അതും കൊടുത്ത്, മനസ്സിലായില്ലേ? ജീവിതകാലം മൊത്തം അതിൻ്റെ കടവും അതിൻ്റെ വിഷമവും അതിൻ്റെ ഇഷ്യൂവായിട്ട് ജീവിക്കേണ്ടി വരും. ഈ കൽബിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കുറേ സീനുകളുണ്ട്, കണ്ണ് നനയിക്കുന്ന സീൻ. എനിക്ക് ഏറ്റവും OTTയിൽ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഷൂട്ട് ചെയ്യുമ്പം നിങ്ങളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അല്ല, എൻ്റെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം മുസ്ലിം മരണ വീടുകളെന്ന് പറയുന്നത് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ കാണിച്ചിട്ടില്ല, അത്രയും ഇൻഡെപ്തായിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് കാണിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഫാദർ മരണപ്പെട്ടപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ കയറണമല്ലോ, കുളിപ്പിക്കാൻ കയറണമല്ലോ. അപ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് എനിക്ക് വെള്ളം ഒഴിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഈ കുളിപ്പിക്കുന്ന വെള്ളം എൻ്റെ കാലുകൂടി തൊടുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആ റൂമിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇമോഷനാണ് ഞാൻ എനിക്ക് അന്നുണ്ടായൊരു മാനസികാവസ്ഥയാണ് ഞാനത് അവിടെ അപ്ലൈ ചെയ്തത്. അപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലിറിക്കലി സൂര്യ എന്ന് പറഞ്ഞാൽ ഇപ്പം കുളിപ്പിച്ച് പുത്തനോട് പിടിച്ച് എൻ്റെ പെണ്ണെന്ന് ഓതിയോത്, നിൻ്റെ മീസാൻ കല്ലിൽ നിന്ന് എൻ്റെ പേര് വെക്കണം എന്നൊക്കെ സുഹൈലും ആ മ്യൂസിക് ഡയറക്ടറും വിമലും ഇല്ലെങ്കിൽ പാടിയിരിക്കുന്നത് മക്ബൂലാണ്. അവരത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു പാട്ടിനെ കമ്പോസ് ചെയ്ത് തരുമ്പം അതിൻ്റെ ഏറ്റവും പീക്കിൽ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം അതിൽ അവരോട് കാണിക്കുന്ന രീതികളാണ്. അപ്പം ഞാൻ അതിനകത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുളിപ്പിക്കുന്നത് എങ്ങനെയാണ്, അവിടെ സാമ്പ്രാണി എങ്ങനെ കത്തിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമേഷൻ, എങ്ങനെയാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എനിക്ക് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആരും മരിച്ചാൽ എനിക്ക് കാണാൻ തോന്നില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് കാണാൻ പറ്റില്ല എനിക്കങ്ങനെ അവരെ കാണണ്ട. എൻ്റെ മനസ്സിൽ അവരുടെ വേറെ കുറേ മൊമെൻറ്റ്സുകളുണ്ട്, ഞാൻ അത് മതി എനിക്ക്. അപ്പം ഞാനിങ്ങനെ മാറി നിൽക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ അവസാനം വിളിച്ചു ചോദിക്കും, മയ്യത്തിൻ്റെ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ഉസ്താദ് വിളിച്ചു ചോദിക്കും. അപ്പം അവിടെ അപ്പം ഈ ദൂരെ നിന്ന് വന്ന ആൾക്കാരൊക്കെ പള്ളിയിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അവരെ തുറന്ന് കാണിച്ചു കൊടുക്കും. പക്ഷേ എനിക്ക് ഇതുവരെ എൻ്റെ വേണ്ടപ്പെട്ട ആരുടെയും, എൻ്റെ ഫാദറിൻ്റെ പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് അതിനുള്ള മാനസിക ഒരു പവറില്ല, മനസ്സിലായില്ലേ? അപ്പം അതെല്ലാം ഞാൻ എൻ്റെ ആ ഇമോഷൻസ് എല്ലാം ഞാൻ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് നമ്മുടെ സുഹൈൽ കോയാണ് എൻ്റെ ആലപ്പുഴ. എൻ്റെ ലിറിക്സും സുഹൈലാണ്, എൻ്റെ കോറൈറ്ററാണ് സുഹൈലാണ് പ്രേമിൽ എഴുതിയിരിക്കുന്നത്, ജാതിക്കാത്തോട്ടം, അങ്ങനത്തെ ഇവിടുത്തെ ബെസ്റ്റ് ലിറിക്സുകൾ മൊത്തം വർക്ക് ചെയ്യുന്നത്. ലിറിക്സിൽ തന്നെ പുതിയൊരു ട്രെൻഡ് കൊണ്ടുവന്നത് സുഹൈലാണ്. സുഹൈൽ അടിപൊളിയാണ്. അപ്പോൾ സുഹൈലാണ് എൻ്റെ ഫാദറും സുഹൈലിൻ്റെ ഫാദറും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു, ഞങ്ങളും ഭയങ്കര ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അപ്പോൾ സുഹൈൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടുന്ന് സ്കോളർഷിപ്പ് ഇട്ട് UK പോവുകയും 10-22 വർഷത്തോളം UK വർക്ക് ചെയ്യും, ലോകത്ത് എല്ലാം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ നിന്ന് പുള്ളി ബ്രേക്ക് എടുത്തിട്ട് പുള്ളി നേരെ ജാമ്യയിൽ വന്ന് ഡൽഹിയിൽ പോയി ഉറുദു പഠിച്ച്, എന്നിട്ട് അത്രയും സീരിയസ് ആയിട്ട് പോയറ്റിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നിൽ ഒരു സിനിമാ തോട്ടിനപ്പുറം
ഇനി ഫിലോസഫിക്കലി ഇല്ലെങ്കിൽ സൂഫി പ്രണയ ഫിലോസഫികളും ഇതൊക്കെ എനിക്ക് തലയോട്ട് ഇൻജെക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ഒരുപാട് വായിക്കും. ഞാൻ അത്രത്തോളം വായിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ കാണുന്ന സിനിമകൾ, ഞാൻ എല്ലാ സിനിമയും കാണും. എല്ലാ ദിവസവും 2 സിനിമയെങ്കിലും ഞാൻ കാണും. എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ഞാൻ ഉറങ്ങില്ല. അപ്പം അത്രയും സിനിമകളെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. സുഹൈൽ സിനിമ കാണില്ല, പക്ഷേ പുസ്തകങ്ങളും കവിതകളും ലോകത്തുള്ള എല്ലാ ആർട്ട് ഫോമിനെ കുറിച്ചൊക്കെ ഭയങ്കര നോളജാണ്. അപ്പം ഞങ്ങളുടെ യാത്രകളിലെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മൊത്തം ഇതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ഈസിലി സുഹൈലിൻ്റെ ഇൻഫർമേഷൻസ് മൊത്തം എൻ്റെ തലയിലോട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൈലാണ് ഈ സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ പറയുന്ന ഈ തിയേറ്ററുകളിൽ ഇല്ലെങ്കിൽ റീലുകളിലൊക്കെ വളരെ റിപ്പീറ്റായിട്ട് വരുന്ന ഇപ്പം ഒരു പക്ഷി അതിൻ്റെ ആയുഷ്കാലം മുഴുവൻ പറഞ്ഞാലും തണലില്ലാത്ത മരത്തെക്കുറിച്ചും, ഇല്ലെങ്കിൽ 7 സ്റ്റേജസ് ഓഫ് ലവിനെ കുറിച്ചും, ഇല്ലെങ്കിൽ ഒരാളുടെ ഭാര്യ മരിച്ചു പോയാലും വിഭാര്യനാണെന്ന് മക്കളെ മരിച്ചു വരെ വിളിക്കാൻ എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ സുഹൈലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. സുഹൈലിനെ പോലത്തെ ഒരാളിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും, ഇല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്തൊരു റോങ് കണ്ടന്റ് അല്ലെന്ന് ഞാൻ ഭയങ്കര സക്സസ് എന്നെ ഭയങ്കര അധികം ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അവിടെ നായകനും നായിക എന്ത് പറയുന്നു ഇപ്പോൾ? അവർ അടിപൊളിയാണ്. ഭയങ്കര എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സൊക്കെ ടക്കെന്ന് ഇപ്പം അതാണല്ലോ, ഇപ്പോൾ പഴയ പോലെയല്ലോ. ഇപ്പോൾ പണ്ടത്തെ ഇമ്പാക്റ്റില്ല, ടക്കെന്ന് 300K 400K ആണ് പെർ ഡേ അപ്പായിരിക്കുന്നത്, റിലീസിന് ശേഷം അപ്പായിരിക്കുന്നത്. അതുമാത്രമല്ല തുമ്പിയെക്കുറിച്ചിട്ടാണെങ്കിലും രഞ്ജിത്തെക്കുറിച്ചിട്ടാണെങ്കിലും രണ്ടുപേർക്കും ഒട്ടുക്കത്തൊരു ഭയങ്കര ഒരു ഫാൻ സപ്പോർട്ട് വരുന്നുണ്ട്. അവരെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ താഴെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ദൂരം കമൻറ്റുകളാണ്. അപ്പം എനിക്ക് ഇപ്പോൾ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരു പുതുമുഖ ഒരു ഇവിടുത്തെ വലിയ വലിയ സ്റ്റാറുകളുടെ ആദ്യത്തെ 2 സിനിമകൾ കാണുക. ആ സിനിമകളിൽ നിന്നൊക്കെ വളരെ 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 മേലാണ് രഞ്ജിത്തിൻ്റെ പെർഫോമൻസ്. ഇപ്പം നേഹയുടെ സൗണ്ടിനെ കുറിച്ച് പല 2 അഭിപ്രായം വരുന്നുണ്ട്. സൗണ്ട് അങ്ങനെ ആയിപ്പോയി. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ നേഹയെ കാസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും നേഹയുടെ ലുക്കൊന്നും കണ്ടല്ല. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് നേഹയുടെ സൗണ്ടാണ്. ആ സൗണ്ടിൽ എൻ്റെ തുമ്പി അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അതായത് ഒരു വീട്ടിലൊരു മാടത്തെ പോലെ അടക്കപ്പെട്ടൊരു പെൺകുട്ടി, അവളുടെ സൗണ്ടിന് ഒരിക്കലും ഭയങ്കര ഗാംഭീര്യത ഭയങ്കര ബ്യൂട്ടി ഒന്നും കാണില്ല. അവൾ അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ എനിക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ആ ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റി ഞാൻ വിചാരിച്ച പോലെ. അപ്പം ഞാൻ ഇവർ 2 പേരുടെ പെർഫോമൻസിലും ഡബ്ബിങ്ങിലും എല്ലാത്തിലും ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. സെക്കൻഡ് പാർട്ടൊന്നുമില്ല, അങ്ങനെ ഇപ്പം ഒരുപാട് ഇങ്ങനെ ഇതിൽ അവരുടെ മാനേജർക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനത്തെ ഒരു തോട്ടൊക്കെ വന്നാൽ ആലോചിക്കാൻ. അത്രയും ഈ ആർട്ടിസ്റ്റുകൾ ഇത്ര ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക്, ഈ ക്യാരക്ടേഴ്സിനെ ആളുകൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ എനിക്ക് ആലോചിക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആലോചിക്കും. സ്വർഗത്തിന്റെ ഹൂറിനായിട്ടൊക്കെ ചെയ്യാം അവരിൽ നിന്ന് തന്നെ. അതെ 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 അതെ. കൽബ് എന്നാണല്ലോ എഴുതി വെച്ചാൽ അറബി. അതെ, കൽബ്. ഞാനത് വായിച്ചോണ്ട് അറബി നമുക്ക് അറിയാവുന്നതുകൊണ്ട് വായിച്ചാണ്. ഒരു ഇൻസ്റ്റഗ്രാം ഇങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്രീറ്റ എന്ന ഒരു ടീമുണ്ട്. അവർ എനിക്ക് കൽബ് കണ്ടിട്ട് എനിക്കൊരു ഗിഫ്റ്റ് പാക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഞാനൊന്ന് മാനസികമായിട്ട് തകർന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്കിത് തന്നൊരു പവർ ഭയങ്കരമാണ്. അന്ന് അടുത്ത് കഴുത്തിലിട്ടാ, പിന്നെ ഊരിട്ടില്ല. ആ ഊരാതെ ഇരുന്ന് ഇപ്പൊ വിജയത്തിലേക്ക് വീണ്ടും. അതെ അതെ അതെ. ഇപ്പോൾ ഞാനത് വായിച്ച കൽബ് ലായും ബായും എല്ലാം ഉണ്ട്. കൽബ് പഴയ നമ്മുടെ മഞ്ചാടി കുരുവൊക്കെ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇറത്തിയാണ് അവരുടെ ഡിസൈൻസ്. അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും അവരുടെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന നല്ല ആൾക്കാരാണ്. ഇരിക്കട്ടെ. പക്ഷെ ഒത്തിരി സന്തോഷം. അതെ, പടം OTT-ൽ നല്ല അഭിപ്രായം. കാണാത്തവര് എത്രയും പെട്ടെന്ന് അല്ലേ അതെ കാണുക. അപ്പോൾ സന്തോഷം. അതിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് ഇൻ്റർവെല്ലിന് സൈഡിലോട്ട് സിഗരറ്റ് വലിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച അലിബായിക്ക്, അന്ന് ഈ സിനിമയുടെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ ഓഫീസിൽ വന്ന് അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് അതിൻ്റെ നായകനെയും വെച്ചിരുത്തി അതിനകത്ത് സീക്വൻസിൽ കണ്ണു നിറഞ്ഞു പോകുന്ന അലിബായിക്ക്, ഒപ്ര ടീമിനും എല്ലാവർക്കും സന്തോഷം. പിന്നെ ഇത് കാണുന്ന പ്രേക്ഷകരോട്, അലിബായിക്ക് കുറേ വ്യൂസ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ഈ സിനിമ ആമസോൺ പ്രൈമിൽ തന്നെ കാണണം. ആമസോൺ പ്രൈമിൽ കാര്യം ഇത് നിങ്ങളൊരു യൂട്യൂബിലോ ഇല്ലെങ്കിൽ വേറെ ആപ്പിലോ കാണുമ്പം ഈ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു റീച്ച് നമുക്കൊരിക്കലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ ട്രെൻഡിങ്ങിൽ വന്നാൽ മാത്രമേ ഇനിയും ഈ സിനിമ കൊണ്ടൊരു വിജയം എന്ന് നമുക്ക് ഇനിയും പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ആമസോൺ പ്രൈമിൽ തന്നെ കാണുക. താങ്ക് യു. അടുത്ത പ്രൊജക്റ്റ് അരിക്കൊമ്പനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം കൽബ് ഒന്ന് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ആ സൈഡിൽ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും അത് ഓപ്പണായി. ഇപ്പം ഞാൻ അരിക്കൊമ്പൻ്റെ പരിപാടികളൊക്കെ വീണ്ടും ഓപ്പണായി. സോ ഞാൻ അതിൻ്റെ ഓൾറെഡി അന്ന് പ്രീ പ്രൊഡക്ഷനൊക്കെ ചെയ്ത് അതിൻ്റെ പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കുറച്ചുകൂടി അഗ്രസീവായിട്ട് ചെയ്യാനും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ സിനിമ സുഹൈലാണ് എഴുതുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ രീതിയിലുള്ള ഗ്രൗണ്ട് വർക്കും, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം ഇടിയയിലും ഒരു പടി മുകളിൽ ഞാൻ ചെയ്യാൻ നോക്കി, അതിലൊരു പടി മുകളിൽ ഞാൻ കൽബ് ചെയ്യാൻ നോക്കി. കൽബിലും ഒരുപാട് പടി മുകളിലായിരിക്കും
അരിക്കൊമ്പൻ. കാരണം അത്രത്തോളം ജീവിതാനുഭവങ്ങളും അത്രത്തോളം എക്സ്പീരിയൻസുകളും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് സിനിമകളിലൂടെ തന്നെ. സോ അത്രത്തോളം ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അരിക്കൊമ്പൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യും. ഒത്തിരി സന്തോഷം. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.